സിക്സ്ത് ചാപ്റ്റർ സിലബസിലുള്ള അത് നമുക്ക് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയാണ്. ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ സ്പെക്ട്രോസ്കോപ്പി വിച്ച് ഡീൽസ് വിത്ത് ദ ദിസ് സ്റ്റഡി ഓഫ് ദി വൈബ്രേറ്റിംഗ് മോളിക്യൂൾസിൻ്റെ വൈബ്രേഷനെ ഡീൽ ചെയ്യുമ്പോഴാണ് അതിന് റിലേറ്റ് ചെയ്യുന്ന സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡീസ്, ദാറ്റ് ഈസ് ടേംഡ് ആസ് ദ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി. So usually we know that these atoms in a molecule do not remain fixed in relative position but vibrate about some mean position. അപ്പം ഒരു മോളിക്യൂളിൽ അല്ലെങ്കിൽ ഒരു ആറ്റംസ് അപ്പോൾ അത് എപ്പോഴും അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എബൌട്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ നോട്ട് സ്റ്റേഷനറി. And because of this vibration they possess an energy, and that is termed as the vibrational energy, and the vibrational energy of the molecule is also quantized. So because of some external suppose an electromagnetic radiation falls on such molecule, there is a chance of the molecules goes from one vibrational level to another energy, and in that process sometimes energy is released or sometimes energy is absorbed, and which gives, and in order to change the rotational state of a molecule we need a particular quantum of energy, and the quantum of energy and the frequency associated with that quantum of energy usually comes in the infrared region. So this infrared spectroscopy is also known as vibrational spectroscopy. സോ ഇതിൻ്റെ നമ്മൾ ഒരു മോളിക്യൂൾസിൻ്റെ വൈബ്രേഷണൽ ഒരു കോണ്ടൻസ്ഡ് സ്റ്റേറ്റിൽ നിന്ന് വൈബ്രേഷൻ്റെ അടുത്ത കോണ്ടൻസ്ഡ് സ്റ്റേറ്റിലേക്ക് നമുക്ക് അതിനൊരു ചേഞ്ച് വരുത്തണമെങ്കിൽ നമുക്ക് സംടൈംസ് അത് ഹയർ വൈബ്രേഷണൽ സ്റ്റേറ്റ് ആണെങ്കിൽ അതിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുന്നുണ്ടാവുക. അത് ലോവർ വൈബ്രേഷണൽ സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ ഹയർ വൈബ്രേഷണൽ സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ നമുക്ക് അതിന് എനർജി സപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ എനർജിയുടെ റേഞ്ച് എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു എനർജി ട്രാൻസ്ഫർമേഷൻ നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വൈബ്രേഷണൽ ലെവൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഗിവ് എനർജി, ആൻഡ് ദാറ്റ് എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാം, അതിൻ്റെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസ്ഫർമേഷന് വേണ്ടുന്ന എനർജി അല്ലെങ്കിൽ അതിൻ്റെ വേവ് ലെങ്ത് ഇൻഫ്രാറെഡ് റീജിയൻ്റെ വേവ് ലെങ്ത് ആയിട്ടാണ് നമുക്ക് മാച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നത്. സോ ഈ ഒരു സ്പെക്ട്രോസ്കോപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഗീവ്സ് എ ലാർജ് ഇൻഫർമേഷൻ അബൌട്ട് ദി regarding the molecular structure, symmetry, bond length, then bond strength, and intramolecular interactions. ഇതിനെ പറ്റിയുള്ള കുറേ ഡീറ്റെയിൽസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ ഈ ഒരു ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയുടെ സ്റ്റഡി നമുക്ക് പോസിബിളാണ്. ഇനി ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി ഡീൽ ചെയ്യാൻ നമ്മളൊരു മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ സ്റ്റഡി ചെയ്യുന്ന രണ്ട് മോഡൽസ് വെച്ചിട്ടാണ്. ഫസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ മോഡലാണ്, ആൻഡ് ദ സെക്കൻഡ് മോഡൽ ഈസ് നോൺ ആസ് ദ അൺഹാർമോണിക് ഓസിലേറ്റർ മോഡൽ. ഇപ്പോൾ ഒരു സപ്പോസ് നമ്മളൊരു ഡയാറ്റോമിക് മോളിക്യൂൾ എടുക്കുകയാണ്, ആൻഡ് വി ആർ കൺസിഡറിങ് ഇറ്റ് ആസ് എ ഹാർമോണിക് ഓസിലേറ്റർ മോഡൽ. So a diatomic molecule behaves like an oscillating spring, a mass system. So diatomic molecules have രണ്ട് masses, and the bond is equivalent to a spring with a force constant k എന്ന് പറഞ്ഞ് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. And these vibrations are executed by these atoms is similar to that of a harmonic oscillator. അപ്പോൾ ആ ഹാർമോണിക് ഓസിലേറ്റർ മോഡൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ആറ്റത്തിൻ്റെ വൈബ്രേഷൻ, ഈ ഒരു മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഇപ്പം ഹാർമോണിക് ഓസിലേറ്റർ മോഡലിൽ നമുക്കറിയാം ഈ ആറ്റംസ് ദീസ് ഇലാസ്റ്റിക് ബോണ്ടായിരിക്കും. ദ ബോണ്ട് ഈസ് ഇലാസ്റ്റിക്. ഇൻ ഹാർമോണിക് ഓസിലേറ്റർ മോഡൽ വി വിൽ അസ്യൂം ദാറ്റ് ദ ബോണ്ട് ഈസ് ഇലാസ്റ്റിക്, ആൻഡ് ദ ഓസിലേഷൻ വിൽ ഒബേ ദി ഹുക്സ് ലോ ഒബേ ചെയ്യുന്നതാണ് ഹാർമോണിക് ഓസിലേറ്റർ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സപ്പോസ് ആർ ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആറ്റംസ് ഇൻ ഇക്വിലിബ്രിയം, ദെൻ ആർ വി ക്യാൻ ടേം ഇറ്റ് ആസ് ദ ഇക്വിലിബ്രിയം ബോണ്ട് ലെങ്ത് എന്ന് ടേം ചെയ്യാൻ പറ്റും. അപ്പം സപ്പോസ് നമ്മൾ വൈബ്രേഷൻ്റെ ബിക്കോസ് ഓഫ് ദി വൈബ്രേഷൻ അതിൻ്റെ ബോണ്ട് ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് എന്ന ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലേക്ക് പുതിയൊരു ഡിസ്റ്റൻസ് കൂടാനും ചാൻസ് ഉണ്ട്, അതുപോലെ കുറയാനും ചാൻസ് ഉണ്ട്. ദ ബോണ്ട് ദാറ്റ് ഈസ് ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ സ്പ്രിങ് ആൻഡ് വിച്ച് ഒബേസ് ഹുക്സ് ലോ. Then the restoring force it is given by the expression F is equal to minus k into R minus RE. That is the Hooke's law വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഫോഴ്സ് എന്നുള്ള എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. ആൻഡ് വേർ കെ ഈസ് നോൺ ആസ് ദ ദിസ് ഫോഴ്സ് കോൺസ്റ്റൻറ്റ് എന്ന് പറയാറുണ്ട്. അതിൻ്റെ എനർജി ഹാർമോണിക് ഓസിലേറ്റർ മോഡലിൽ അതിൻ്റെ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി മീൻസ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ U is equal to half k of R into half k x square നമ്മൾ പൊതുവെ എഴുതാറുണ്ട്.
എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിന് ഇവിടെ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ആർ മൈനസ് ആർ ഇ ആണ്. സോ ദ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഈസ് യു ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു ആർ മൈനസ് ആർ ഇ ദി ഹോൾ സ്ക്വയർ ആണ്. ദെൻ ഈ മോഡലിൽ നമുക്കതിൻ്റെ കർവ് വരച്ചു കഴിഞ്ഞാൽ ഇത് എക്സ്പ്രഷൻ യുവിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എക്സ്പ്രഷൻ ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. ഇപ്പോൾ ഇവിടെ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സപ്പോസ് വി പ്ലോട്ട് എ ഗ്രാഫ് ബിറ്റ്വീൻ ദിസ് എക്സ് വേഴ്സസ് പൊട്ടൻഷ്യൽ എനർജി, ദ നേച്ചർ ഓഫ് ദ ഗ്രാഫ് വിൽ ബി എ പാരാബോളിക് ഷേപ്പ് ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് കോൾഡ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ മോഡൽ എന്ന് പറയാൻ പറ്റും. ദ ഫ്രീക്വൻസി സച്ച് ഈ ഒരു കേസിൽ അതിൻ്റെ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷനാണ് ന്യൂ സീറോ ഈസ് ഈക്വൽ ടു 1/2π റൂട്ട് ഓഫ് കെ ബൈ മ്യൂ എന്ന് പറയാൻ പറ്റും. where k is the force constant and mu is the reduced mass which we have already discussed in the first chapter. ഈ ഒരു ഹാർമോണിക് ഓസിലേറ്റർ മോഡൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വൈബ്രേഷൻ എനർജിയുടെ വാല്യൂ ഇൻ ദ യൂണിറ്റ് ഓഫ് ജൂൾ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദ എക്സ്പ്രഷൻ ഫോർ എനർജി for a simple harmonic oscillator, it is given by v plus half into h nu 0, where nu 0 is the frequency which we have already discussed, that is 1/2π root of k by mu, and where this v is termed as the vibrational quantum number and it can take values from 0, 1, 2 etc. ഇനി നമ്മളത് സ്പെക്ട്രോസ്കോപ്പിക് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, സോ ദിസ് ഈസ് ഇൻ ദ യൂണിറ്റ് ഓഫ് ജൂൾ ആണെങ്കിൽ നമുക്ക് ഡിവൈഡിങ് ഇ വി വിത്ത് എച്ച് എസ് സി വി വിൽ ഗെറ്റ് ദ എക്സ്പ്രഷൻ ഇൻ ദ യൂണിറ്റ് ഓഫ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് or in the unit of meter inverse നമുക്ക് obtain ചെയ്യാൻ പറ്റും. So dividing this quantity with HC we will get it as v plus half into h nu 0 divided by HC. So h and h get cancelled. So it is nu 0 divided by c. Nu frequency divided by c is 1 by wavelength. So we can term it as nu 0 bar, that is the wave number. So the expression for a spectroscopic value of energy is v plus half into nu bar if we consider a vibrating molecule as a simple harmonic oscillator. Where nu bar it is termed as the vibrational frequency of the oscillator in wave numbers എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് നമ്മൾ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് യൂണിറ്റിലാണ് യൂഷ്വലി സ്പെക്ട്രോസ്കോപ്പി സ്റ്റഡീസിൽ നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. നൗ സപ്പോസ് നമ്മൾ ഈ കേസിൽ ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് വൈബ്രേഷണൽ എനർജി ഈസ് ഒബ്റ്റെയിൻ ഫോർ ദ വാല്യൂ v ഈക്വൽ ടു 0 ആണ്. സോ v ഈക്വൽ ടു 0 നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ഫോർ എനർജി വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ന്യൂ ബാർ ആണ് ഇൻ ദ യൂണിറ്റ് ഓഫ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ നമ്മളതിനെ സപ്പോസ് വി എക്സ്പ്രസ് ദാറ്റ് ഇൻ ദ യൂണിറ്റ് ഓഫ് ജൂളിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ദ എക്സ്പ്രഷൻ v പ്ലസ് ഹാഫ് ഇൻറ്റു ഇ വി ഈസ് ഈക്വൽ ടു v പ്ലസ് ഹാഫ് ഇൻറ്റു എച്ച് ന്യൂ 0 ആണ്. അതിൽ വിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് ഹാഫ് എച്ച് ന്യൂ 0. So the vibrational ground state vibrational energy that is not 0, it is a half of h nu 0. അതിന് നമ്മൾ 0 point energy എന്ന് ടേം ചെയ്യുന്നത്. So 0 point energy half h nu 0 in the unit of joule and it is equal to the value is obtained as half nu bar in the case of centimeter inverse unit നമുക്ക് obtain ചെയ്യാൻ പറ്റും. ഇനി സപ്പോസ് നമ്മൾ ഡിഫറെൻറ്റ് എനർജി ലെവൽസ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഫോർ v ഈക്വൽ ടു 0ക്ക് നമുക്ക് വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഹാഫ് എച്ച് ന്യൂ 0 എന്ന് കിട്ടും. v ഈക്വൽ ടു 1 ആണെങ്കിൽ ഫോർ v ഈക്വൽ ടു 1 ഇറ്റ് ഈസ് 3/2 എച്ച് ന്യൂ 0, ദാറ്റ് ഈസ് v പ്ലസ് ഹാഫ് എന്നുള്ളത് 1 പ്ലസ് ഹാഫ് 3/2 ആവും മാറും. സോ ദ സക്സസീവ് എനർജി ലെവൽസ് ആർ ഒബ്റ്റെയിൻഡ് ആസ് ഹാഫ് എച്ച് ന്യൂ 0, 3/2 h nu 0, then 5/2 h nu 0, all these are in the unit of joules. ആൻഡ് സപ്പോസ് നമ്മളത് പ്ലോട്ട് ചെയ്യുന്നത് എപ്സിലോൺ ബി ദാറ്റ് ഈസ് എനർജി ഇൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് യൂണിറ്റ്സിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹാഫ് ന്യൂ ബാർ, ദെൻ 3/2 ന്യൂ ബാർ, ദെൻ 5/2 ന്യൂ ബാർ എക്സെട്ര. So we can say that in the case of these vibrational levels, they are equally spaced. So this is the plot of this x versus or this internuclear distance versus energy. The graph will be a parabola. So for v equal to 0, this value is half nu bar. For v equal to 1, 3/2 nu bar. V equal to 2, this is 5/2 nu bar. So all these the separation between two nearby energy levels, it is 3/2 nu bar minus 1/2 nu bar. So the value is nu bar obtain ചെയ്യും.
സപ്പോസ് നമ്മൾ 5/2 3/2 ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസും എന്താണ് ന്യൂ ബാർ എന്ന് പറയുന്ന ഡിഫറൻസ്. അപ്പം എല്ലാം ഈക്വലി സ്പേസ്ഡ് ആണെന്ന് നമുക്ക് എനർജി ലെവൽസിനെ റിലേറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. ഇഫ് യു കൺസിഡർ ദ മോളിക്യൂൾ ആസ് എ ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ ഇതിൽ നമുക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇവിടെ എനർജി ലെവൽസ് ഈക്വലി സ്പേസ്ഡ് ആണ്. അതുപോലെ അതിൻ്റെ ഒരു 0 പോയിൻ്റ് എനർജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് വൈബ്രേഷണൽ എനർജിയാണ് 0 പോയിൻ്റ് എനർജി നമ്മൾ ടേം ചെയ്യുന്നത്. വൈബ്രേഷണൽ എനർജി ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇറ്റ് ഈസ് നോട്ട് 0 ആണ്. പക്ഷേ അത് റൊട്ടേഷണൽ കേസിൽ നമുക്ക് കാണാൻ പറ്റും. Bj×J+1 നമ്മൾ J0 കൊടുത്തു കഴിഞ്ഞാൽ അത് 0 ആയിട്ട് കാണാൻ പറ്റും. സോ വൈബ്രേഷണൽ എനർജിയുടെ ലോവസ്റ്റ് വൈബ്രേഷണൽ സ്റ്റേറ്റ് ഇറ്റ് ഈസ് നോട്ട് 0 ആൻഡ് റൊട്ടേഷണൽ സ്റ്റേറ്റിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇറ്റ് ഈസ് 0 ആണ്. So a molecule can exist without rotating but it cannot exist without vibrating എന്ന് പറയാൻ പറ്റും നമുക്ക്. ഇനി നമുക്ക് അതിൻ്റെ സ്പെക്ട്രൽ ലൈൻസ് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്പെക്ട്രൽ സ്റ്റഡി ചെയ്യണമെങ്കിൽ വി ഹാവ് ടു നോ ദി സെലക്ഷൻ റൂള്. സെലക്ഷൻ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ സെലക്ഷൻ റൂള് ΔV ±1 ആണ്. ദാറ്റ് ഈസ് ഓൺലി ട്രാൻസിഷൻ ടു അഡ്ജസൻറ്റ് വൈബ്രേഷൻ ലെവൽസ് ആർ പോസിബിൾ. സോ ദീസ് നമ്മൾ ഇങ്ങനെ ഒരു ട്രാൻസിഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സപ്പോസ് V=0 എന്ന് 1ലേക്കാണ് ട്രാൻസിഷൻസ് എങ്കിൽ 3/2 ന്യൂ ബാർ -1/2 ന്യൂ ബാർ ആണെങ്കിൽ the difference of energy is nu bar. So we will get a spectrum at the position nu bar എന്ന് പറയുന്ന പൊസിഷനിലെത്തും. Now 5/2 ന്യൂ ബാർ അതായത് V=2 എന്ന് V=1ലേക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്നത് 5/2 - 3/2 ന്യൂ ബാർ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് അഗെയിൻ ന്യൂ ബാർ ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ന്യൂ ബാർ ഇസ് ദ സ്പെക്ട്രൽ ലൈൻ. സോ എല്ലാ ട്രാൻസിഷനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഹാർമോണിക് ഓസിലേറ്റർ മോഡലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വി വിൽ ഗെറ്റ് എ സിംഗിൾ ലൈൻ ആസ് എ സ്പെക്ട്രം ഫോർ എ മോളിക്യൂൾ വിച്ച് ഈസ് അണ്ടർഗോയിങ് വൈബ്രേഷൻ എന്ന് പറയാൻ പറ്റും. ഒരു മോളിക്യൂള് വൈബ്രേഷണൽ സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വൈബ്രേഷണൽ എനർജി ചേഞ്ചസ് വിൽ ഓൺലി ഗീവ് റൈസ് ടു എൻ ഒബ്സർവബിൾ സ്പെക്ട്രം ഇഫ് ദ vibration can interact with the radiation. If the vibration involves a change in dipole moment of the molecule, that is, thus vibrational spectra will be observed only in heteronuclear diatomic molecule. അതായത് നമുക്കൊരു റേഡിയേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഒരു മോളിക്യൂളിൽ വീഴുമ്പോൾ ആ മോളിക്യൂൾസിൻ്റെ ഡൈപോൾ മൊമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കേസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കവിടെ ഒരു വൈബ്രേഷണൽ ട്രാൻസിഷൻ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്കിപ്പോൾ ഒരു ഹെട്രോന്യൂക്ലിയർ മോളിക്യൂൾസ് ആണെങ്കിൽ, സപ്പോസ് എക്സാമ്പിൾ HF HCl ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വരുമ്പോൾ ഇഫ് ദ മോളിക്യൂൾ അണ്ടർഗോസ് വൈബ്രേഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വൈബ്രേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റിൽ ചേഞ്ച് വരണം. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ആ മോളിക്യൂൾ ഒരു വൈബ്രേഷണലി ആക്റ്റീവ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് ആക്റ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ യൂഷ്വലി നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെട്രോന്യൂക്ലിയർ ഡയാറ്റമിക് മോളിക്യൂൾസ് യൂഷ്വലി ഇത് ഇൻഫ്രാറെഡ് ആക്റ്റീവ് ആയിരിക്കും. പക്ഷേ ഹോമോന്യൂക്ലിയർ മോളിക്യൂൾസ് അതായത് H2 N2 O2 എന്ന് പറയുന്ന കേസൊക്കെ അത് വൈബ്രേഷനെ കൊണ്ട് അതിൽ ഡൈപോൾ മൊമെൻറ്റ് ചേഞ്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ ദേ വിൽ നോട്ട് ഷോ എനി വൈബ്രേഷണൽ സ്പെക്ട്രം ബിക്കോസ് ദേ ഹാവ് നോ ഡൈപോൾ മൊമെൻറ്റ്. ഈ ഒരു കേസ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റഡി നടത്തിയിട്ടാണ് നമുക്ക് അതിൻ്റെ ഈ സെലക്ഷൻ റൂൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊരു ട്രാൻസിഷനുള്ള ഒരു ഹാർമോണിക് ഓസിലേറ്റർ മോഡൽ കൺസിഡർ ചെയ്യുമ്പോൾ അതിലെ ട്രാൻസിഷന് നമുക്ക് സെലക്ഷൻ റൂൾ ഒബേ ചെയ്തിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ജനറൽ എക്സ്പ്രഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് അപ്പർ ലെവലിൻ്റെ എനർജി വിൽ ബി ഈക്വൽ ടു εV+1 ആവണം. ലോവർ ലെവലിൻ്റെ എനർജി εV. ഈ ഒരു ട്രാൻസിഷൻ മാത്രമേ നമുക്ക് സെലക്ഷൻ റൂൾ വെച്ചിട്ട് പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ εV+1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V+1 +½ ഇൻറ്റു ന്യൂ ഒ ബാർ ആയിരിക്കും. ലോവർ സ്റ്റേറ്റ് EVൻ്റേത് V+½ ഇൻറ്റു ന്യൂ ഒ ബാർ ആയിരിക്കും. ഇതിൻ്റെ രണ്ടിനും കൂടി നമ്മൾ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് V ക്യാൻസൽ ചെയ്യും, അതുപോലെ ഹാഫും ക്യാൻസൽ ചെയ്യും, നമുക്ക് കിട്ടുന്നത് 1 ന്യൂ ഒ ബാർ ആയിരിക്കും. നമുക്ക് ജനറലായിട്ട് എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. എല്ലാ കേസിലും നമ്മൾ ഓൾറെഡി കണ്ടതാണ്, കിട്ടുന്ന സ്പെക്ട്രൽ ലൈനിൻ്റെ ഫ്രീക്വൻസി ഒരു സിംഗിൾ ഫ്രീക്വൻസി ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പം യൂഷ്വലി നമ്മൾ ഒരു ജനറൽ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മോളിക്യൂള് ൻ്റെ കേസിൽ അത് സിമ്പിൾ ഹാർമോണിക് മോഷൻ അത് ഒബേ ചെയ്യുന്നില്ല. അത് ഇൻ റിയൽ കേസിൽ ദ ബോൺസ് ആർ നോട്ട് ഇലാസ്റ്റിക് ആൻഡ് ദേ ഡു നോട്ട് ഒബേ ഹൂക്സ് ലോ. സോ വി ഹാവ് ടു മോഡിഫൈ ദ സിമ്പിൾ ഹാർമോണിക് മോഡൽ ആൻഡ് നൗ വി ഹാവ് ടു ഡീൽ വിത്ത് ദ second model, that is the unharmonic oscillator model. So as a beginning മാത്രമേ നമ്മൾ ഈ ഹാർമോണിക് ഓസിലേറ്റർ മോഡൽ എടുക്കുന്നുള്ളൂ. ഹാർമോണിക് ഓസിലേറ്റർ മോഡലാണെങ്കിൽ എനർജി ലെവൽസ് ആർ ഈക്വലി സ്പേസ്ഡ് ആണ്. അതുപോലെ വി ക്യാൻ എക്സ്പെക്റ്റ് ഓൺലി എ സിംഗിൾ ലൈൻ
ഫോർ ഈച്ച് ട്രാൻസിഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ മോഡലിൻ്റെ കേസിൽ ശ്രദ്ധിക്കാറുള്ളത്.